ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മുലോകർ. ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ബ്ലോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ കുറച്ച് OTT അപ്ഡേറ്റുകളാണ്. അതുപോലെ തന്നെ റിലീസായിട്ടുള്ള കുറച്ച് OTT അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ട് റിലീസ് ചെയ്യാവുന്ന കുറച്ച് ചിത്രങ്ങളുടെ OTT അപ്ഡേറ്റുകളാണ്. അപ്പോൾ നമുക്ക് സമയം വെച്ചാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ഇത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം വെച്ചാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവി അപ്ഡേറ്റ് ആണ്. പുറന്തു പോ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ തമിഴ് ആക്ടർ ശിവ, അജു വർഗീസ്, അതുപോലെ തന്നെ വിജയ് യേശുദാസ്, ഗ്രേസ് ആന്റണി, അഞ്ജലി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഡ്രാമ കോമഡി ത്രില്ലർ കാറ്റഗറിയിൽ കൊടുത്താണ് ചിത്രമായിരുന്നു പുറന്തു പോ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത വിജയം നേടിയെടുത്തുള്ള ചിത്രം ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചത്. പാനന്തി ഭാഷയിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മൂവി അപ്ഡേറ്റ് ആണ്. ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ മാസം ജൂലൈ 2 ഇന്ത്യയിലൊട്ടാകെ തിയേറ്ററിലൈസ് ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു ജുറാസിക് വേൾഡ് ദ റീബർത്ത് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 800 കോടിക്ക് മുകളിൽ കളക്ഷനൊക്കെ നേടിയിട്ടുള്ള വേൾഡ് നല്ലൊരു ഹൈ ഗ്രോസിംഗ് പ്രോഫിറ്റ് നേടിയിട്ടുള്ള ഈ ചിത്രം ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ആമസോൺ പ്രൈമിലൂടെ റെൻ്റ് ഓപ്ഷനിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ടെലിഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇപ്പോൾ ടെലിഗ്രാമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ തപ്പിപ്പിടി ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. മായസഭ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആദി പിന്നി ഷെട്ടി, അതുപോലെ തന്നെ ചൈതന്യ റാവു, ദിവ്യ ദുട്ട, അതുപോലെ തന്നെ നാസർ, സായ് കുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു വെബ് സീരീസാണ് മായസഭ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 7 ഇപ്പോൾ നമ്മുടെ സോണി ലീവിലൂടെ ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മറാത്തി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം സോണി ലീവിലെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. വെൻസ്ഡേ സീസൺ 2 എന്ന് പറയുന്ന ഒരു ഹൊറർ സൂപ്പർ നാച്ചുറൽ മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. വെൻസ്ഡേ സീസൺ 2 എന്ന് പറയുന്നത് ഫസ്റ്റ് സീസണിന് ശേഷം സെക്കൻഡ് സീസൺ ഇറങ്ങിയിരിക്കുകയാണ്. അതിലിപ്പോൾ ആദ്യത്തെ 4 പാർട്ട് ഇപ്പോൾ നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. അടുത്തൊരു 4 പാർട്ട് സെപ്റ്റംബർ മാസം 3 നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുക. ഇപ്പോൾ ഇങ്ങനെ ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ചിത്രങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു വെബ് സീരീസ് കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ദ പിക്കപ്പ് എന്ന് പറയുന്ന ഒരു മണി ഹൈസ്റ്റ് കോമഡി ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രത്തെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ എഡ്ഡി മോർഫി, അതുപോലെ തന്നെ പെറ്റ് ഡേവിസൺ, ഇവ ലൊങ്കോറ, അതുപോലെ തന്നെ കെയ്ൻ മെമ്മ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മണി ഹൈസ്റ്റ് കോമഡി ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താൽ ഒരു ചിത്രമായിരുന്നു ദ പിക്കപ്പ് എന്ന് പറയുന്നത്. ഈ ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് ഈ ഒരു ഇംഗ്ലീഷ് മൂവി പാനിൻ്റെ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നടിഗർ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ടോവിനോ തോമസ്, സൗബിൻ സാഹിർ, ഭാവന, സുരേഷ് കൃഷ്ണ, ബാലു വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ലാൽ ജൂനിയർ സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു നടിഗർ എന്ന് പറയുന്നത്. ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ചിത്രം ഇപ്പോൾ നമ്മുടെ സൈന പ്ലേയിൽ ഈ വരുന്ന ഓഗസ്റ്റ് 8 മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചെറുതിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. തിയേറ്ററിൽ വലിയൊരു കളക്ഷനൊന്നും നേടാതെ പോയിട്ടുള്ള ഒരു കൊച്ചു ചിത്രമായിരുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ഈ ഒരു ചെറുതിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഏത് നേരത്താണാവോ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നവാഗതരായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാർ നായകരായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഏത് നേരത്താണാവോ എന്ന് പറയുന്ന ചിത്രം. ഒരു കോമഡി റൊമാൻറ്റിക് ഡ്രാമ കാറ്റഗറിയിൽ പെടുത്താവുന്ന ചിത്രമായിരുന്നു ഇത് നേരത്താണാവോ എന്ന് പറയുന്ന ചിത്രം. ഡയറക്റ്റ് മനോരമാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് മാസം 8 മലയാളത്തിൽ ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. വേറെ ഭാഷകളൊന്നുമില്ല, മലയാള ഭാഷയിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യാം ഈ ഒരു ചെറുതിൻ്റെ OTTസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മനസാ വാച എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ദിലീഷ് പോത്തൻ, പ്രശാന്ത് അലക്സാണ്ടർ, സായ് കുമാർ, അതുപോലെ തന്നെ ശ്യാം മോഹൻ, നമ്മുടെ ശ്രീത് രവി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിലൂടെ ചിത്രമായിരുന്നു മനസാ വാച എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ള മനോരമാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 9 മനോരമാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ട്രെൻഡിങ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ കലൈരച്ചൻ, പ്രിയലയ, അതുപോലെ തന്നെ പ്രേംകുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ
ടെക്നോ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു ട്രെൻഡിങ് എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ ഒ ടി റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് നമ്മുടെ സൺനെക്സ്റ്റ് ആണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 8-ാം തീയതി സൺനെക്സ്റ്റിലൂടെ ചിത്രം തമിഴ് ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒ ടി ലിസ്റ്റിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മാമൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ സൂരി, അതുപോലെ തന്നെ ഐശ്വര്യലക്ഷ്മി, സ്വാസിക വിജയ്, ജയപ്രകാശ്, ബാലശരവണൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് മെയ് മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേരിടത്തിൽ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ ഒ ടി റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള നമ്മുടെ C5 ആണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 8-ാം തീയതി C5ലൂടെ തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒ ടി ലിസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഓഹോ എന്തൻ ബേബി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നവാഗതനായിട്ടുള്ള രുദ്രൻ, അതുപോലെ തന്നെ അഞ്ജു കുര്യൻ, മിഥില പാൽക്കർ, മിഷ്കിൻ, അതുപോലെ തന്നെ കരുണാകരൻ, ഡെഡിൻ ക്രിസ്ലിൻ ഇവർക്ക് പുറമെ നമ്മുടെ വിഷ്ണു വിശാൽ ആണ് ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറും. അയാൾ ജസ്റ്റ് ഒരു കാമിയോ റോളും കൂടി ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു കോമഡി റൊമാൻറ്റിക് ത്രില്ലർ കാറ്റഗറി എടുത്ത ചിത്രമാണ് ഓഹോ എന്തൻ ബേബി എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 8-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒ ടി ലിസ്റ്റിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. യദുവം അറിയാൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ദിനേശ്, അപ്പുകുട്ടി, അതുപോലെ തന്നെ തമ്പി രാമയ്യ, ബ്രാണ അബു സലീം എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ കാറ്റഗറി കൊടുത്ത ചിത്രമാണ് യദുവം അറിയാൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു മിസ്റ്ററി ത്രില്ലർ ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 8-ാം തീയതി ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒ ടി ലിസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. അറേബ്യൻ കടാലി എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ സത്യദേവ്, അതുപോലെ തന്നെ അർഷൻ റോഷൻ, അതുപോലെ തന്നെ വംശി കൃഷ്ണ, അനന്തി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു വെബ് സീരീസാണ്. ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു വെബ് സീരീസാണ് അറേബ്യൻ കടാലി എന്ന് പറയുന്നത്. ഏകദേശം ഒരു 8 പാർട്ട് ഉള്ള ഒരു വെബ് സീരീസാണ് അറേബ്യൻ കടാലി എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 8-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ ഒ ടി ലിസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തെലുങ്ക് വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. മോത്തിവേലി ലവ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ അനിൽ ഗീല, അതുപോലെ തന്നെ വർഷിനി റെഡ്ഡി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് കോമഡി കാറ്റഗറിയിൽ കൊടുത്താൽ ഒരു വെബ് സീരീസാണ് മോത്തിവേലി ലവ് സ്റ്റോറി എന്ന് പറയുന്നത്. ഈ വെബ് സീരീസ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 8-ാം തീയതി തെലുങ്ക് ഭാഷയിൽ മാത്രമാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. 7 പാർട്ടായിട്ടുള്ളതാണ് ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ ഒ ടി ലിസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ജൂനിയർ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കിരീട്ടി റെഡ്ഡി, അതുപോലെ തന്നെ ശ്രീലീല, ജനീലിയ ഡിസൂസ, ബ്രഹ്മാനന്ദം, രാഹുൽ രമേശ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താൽ ഒരു റൊമാൻറ്റിക് മൂവിയായിരുന്നു ജൂനിയർ എന്ന് പറയുന്നത്. ജൂലൈ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ ഒ ടി റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് നമ്മുടെ ആമസോൺ പ്രൈമാണ്. ചിത്രം സർപ്രൈസ് റിലീസായിട്ട് ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 8-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് ഓഗസ്റ്റ് 14-ാം തീയതി ആയിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒ ടി ലിസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. സലാക്കർ എന്ന് പറയുന്ന ഒരു ഹിന്ദി വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. മൗനി റോയ്, മുകേഷ് ഋഷി, അതുപോലെ തന്നെ നവീൻ കസ്തൂരിയ, അസർ ഖാൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഇന്ത്യ പാക് അതുപോലെ തന്നെ ഒരു വാറിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്പൈ ത്രില്ലർ കാറ്റഗറിയിൽ കൊടുത്ത ചിത്രമായിരുന്നു സലാക്കർ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ്. ജിയോ സ്റ്റാറിലൂടെ ഡയറക്റ്റ് ഓഡീഷൻ എന്ന ഒരു വെബ് സീരീസാണ് സലാക്കർ എന്ന് പറയുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, മറാത്തി എന്നീ ഭാഷയിലൂടെയാണ് ഈ ഒരു പാൻ ഇന്ത്യ ഭാഷയിലാണ് ഈ വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഈ വരുന്ന ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ ഒ ടി റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തായിട്ട് നോക്കാവുന്ന കുറച്ച് അപ്കമിംഗ് ഒ ടി റിലീസ് അപ്ഡേറ്റുകളാണ്. അതിൽ ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് JSK ജാനകി VS സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുരേഷ് ഗോപി, അനുഭവ പരമേശ്വരൻ, അതുപോലെ തന്നെ ദിവ്യ പിള്ളൈ, ശ്രുതി രാമചന്ദ്രൻ, അസ്കർ അലി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോർട്ട് റൂം ലീഗൽ ഡ്രാമ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താന്നൊരു ചിത്രമായിരുന്നു JSK എന്ന് പറയുന്നത്. ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. ഈ ചിത്രത്തിൻ്റെ ഒ ടി റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കി C5 ആണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15-ാം തീയതി C5ലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ ഒ ടി റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ
മല്ലിക സുകുമാരൻ, അതുപോലെ തന്നെ സിജു സണ്ണി, അനശ്വര രാജൻ, ബൈജു സന്തോഷ്, അസീസ് നെടുമങ്ങാട്, ജോമൻ ജ്യോതിർ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച് വിപിൻ ദാസ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിലൂടെ തന്ന ഒരു ചിത്രമായിരുന്നു വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ള മനോരമാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 14-ാം തീയതി മനോരമാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ആസിഫ് അലി, തുളസി, സിദ്ധാർത്ഥ് ഭരതൻ, അതുപോലെ തന്നെ നമ്മുടെ അശ്രയ അശോകൻ, ജഗദീഷ്, അസീസ് നെടുമങ്ങാട് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്നത്. ഈ ചിത്രവും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് തിയേറ്റർ റിലീസ് ചെയ്തത്. ജൂൺ മാസം 8-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മുടെ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ടെർഹാൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ജോൺ അബ്രഹാം കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമാണ് ടെർഹാൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിൽ C5 ആണ്. ചിത്രം ഡയറക്റ്റ് OTT റിലീസ് ആണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള ഡീറ്റെയിൽസ് തിയേറ്റർ റിലീസ് കാര്യങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മുടെ C5 ചിത്രം ഡയറക്റ്റ് OTT റിലീസിന് എത്തുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തലൈവൻ തലൈവി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ വിജയ് സേതുപതി, അതുപോലെ തന്നെ നിത്യമേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് കോമഡി കാറ്റഗറിയിൽ പെടുത്താവുന്ന ചിത്രമായിരുന്നു. ലവ് സ്റ്റോറി ആയിരുന്നു നമ്മുടെ തലൈവൻ തലൈവി എന്ന് പറയുന്നത്. തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 22-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡൊമിനിക്കൻ ലേഡീസ് ബഡ്സ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മമ്മൂട്ടി, ഗോകുൽ സുരേഷ്, അതുപോലെ തന്നെ സിദ്ദിഖ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് നമ്മുടെ ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ലേഡീസ് ബഡ്സ് എന്ന് പറയുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ലേഡീസ് ബഡ്സ് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഏകദേശം ജനുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് ഇതുവരെ OTT റിലീസ് അപ്ഡേറ്റ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. ഇപ്പോൾ ഒരു അൺഒഫീഷ്യലായിട്ടൊരു OTT റിലീസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് മാസം 22-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കപ്പ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബേസിൽ ജോസഫ്, മാത്യു തോമസ്, നമിത പ്രമോദ്, അനഘ സുരേന്ദ്രൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സ്പോർട്സ് ഡ്രാമ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു കപ്പ് എന്ന് പറയുന്നത്. ഏകദേശം 2 വർഷം മുമ്പ് തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്ത് പോയിട്ടില്ല. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ ആരും വാങ്ങിയിട്ടുള്ള അതിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ചിത്രം ടെലിവിഷൻ പ്രീമിയർ ആയിട്ട് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15-ാം തീയതിയോട് കൂടിയിട്ട് അമൃത TV സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അതിനുശേഷം ചിലപ്പോൾ അമൃതയുടെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ മനോരമാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കേണ്ട ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കിങ്ഡം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിജയ് ദേവരക്കൊണ്ട, അതുപോലെ തന്നെ വെങ്കടേഷ്, ബാബുരാജ്, സത്യദേവ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്പൈ ത്രില്ലർ കാറ്റഗറിയിലൂടെ താവുന്ന ചിത്രമായിരുന്നു. ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ താവുന്ന ഒരു ചിത്രമായിരുന്നു കിങ്ഡം എന്ന് പറയുന്നത്. തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു വിജയം നേടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 28-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും എന്നൊരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മാരീഷൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വടിവേലു, അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു എന്താ പറയുക തെഫ്റ്റ് ഹൈസ്റ്റ് കോമഡി ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു മാരീഷൻ എന്ന് പറയുന്നത്. തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു വിജയം നേടി മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം മേ ബി ഈ വരുന്ന ഓഗസ്റ്റ് മാസം 28-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. മേ ബി ചിലപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ചിത്രം ലീക്ക്ഡ് റിലീസ് എത്താനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാം.